ഇന്ത്യയിലെ ഗർഭധാരണ ഘട്ടത്തിലെത്തിയ 1.5 ദശലക്ഷത്തോളം സ്ത്രീകൾ അപസ്മാരബാധിതരെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ. സ്ത്രീകൾക്ക് മതിയായ അപസ്മാര ചികിത്സ ലഭിക്കാത്തതാണ് വനിതാ നിരക്ക് കൂട്ടാനിടയാകുന്നതെന്നും അമൃത അഡ്വാൻസ്ഡ് സെന്റർ ഫോർ എപ്പിലെപ്സി സംഘടിപ്പിച്ച ചർച്ചയിൽ ഇവർ പറഞ്ഞു. 1000 ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് അന്താരാഷ്ട്ര അപസ്മാര ദിനത്തിൽ കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ അമൃത അഡ്വാൻസ്ഡ് സെന്റർ ഫോർ എപ്പിലെപ്സി പരിപാടികൾ സംഘടിപ്പിച്ചത്. തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗം മാത്രമാണ് അപസ്മാരം. മതിയായ മരുന്നും ആവശ്യമെങ്കിൽ നടത്തുന്ന ശസ്ത്രക്രിയ കൊണ്ടും പൂർണ്ണമായും മാറാമെന്നിരിക്കെ സാംസ്കാരികവും സാമൂഹികവുമായ തെറ്റിദ്ധാരണകൾ കൊണ്ടോ മതിയായ ചികിത്സാ സൗകര്യം ലഭ്യമാകാത്തതുകൊണ്ടോ രോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അനുഭവിക്കുന്നവർ നിരവധിയാണെന്ന് വിദഗ്ധർ നിരീക്ഷിച്ചു. ആരോഗ്യമേഖല വികസിച്ചിട്ടും പലവിധ കാരണങ്ങളാൽ രോഗബാധിതരായ സ്ത്രീകൾക്ക് മതിയായ ചികിത്സ ലഭിക്കാത്തത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്ന് അമൃത അഡ്വാൻസ് സെന്റർ ഫോർ എപ്പിലെപ്സിയിലെ എപ്പിലെപ്റ്റോളജിസ്റ്റ് ഡോക്ടർ സിബി ഗോപിനാഥ് പറഞ്ഞു. രോഗത്തെ നേരിടാൻ ചികിത്സയും അതോടൊപ്പം ബോധവൽക്കരണവും നടത്തുന്ന അമൃത ആശുപത്രിയുടെ ആശയങ്ങൾ മാതൃകയാണെന്ന് നടനും സംവിധായകനുമായ അനൂപ് മേനോൻ പറഞ്ഞു. 1000 ശസ്ത്രക്രിയകൾ പൂർത്തീകരിച്ച 3 ചികിത്സാ കേന്ദ്രങ്ങളെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളൂ. അമൃത വിജയകരമാക്കിയ 1000 ശസ്ത്രക്രിയകളിൽ 300 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവരാണ്. ബാക്കിയുള്ള 700 രോഗികളിൽ പകുതിയിലേറെ പേർ കേരളത്തിന് പുറത്തുള്ളവരാണ്. ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ 85% പേരും പൂർണ്ണമായും അപസ്മാര ലക്ഷണങ്ങളിൽ നിന്ന് മോചിതരായി എന്നത് വലിയ വിജയമാണെന്ന് വിദഗ്ധർ പറഞ്ഞു. അപസ്മാര ദിനങ്ങളെക്കുറിച്ചും ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും ശേഷമുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രോഗികളും രക്ഷിതാക്കളും നേരിട്ടും ഓൺലൈൻ വഴിയും അനുഭവങ്ങൾ പങ്കുവച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അധ്യക്ഷനായ ചടങ്ങിൽ ഡോക്ടർ അശോക് പിള്ള, ഡോക്ടർ സിബി ഗോപിനാഥ്, ഡോക്ടർ ഗിരീഷ് കുമാർ, ഡോക്ടർ വൈശാഖ്, സോനു രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.